നമുക്കൊക്കെ അറിയാം റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് എന്തേരെ ദോഷമുണ്ടാക്കുന്നുവെന്ന്. നമ്മുടെ ടീമിനൊരു കുഴപ്പമുണ്ട്, നട്ടല്ലില്ലാത്തവന്മാരാണ് എല്ലാം. സകല മനുഷ്യർക്കും റിപ്പോർട്ടറിനെ കുറിച്ച് പരാതിയാണ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അല്ല നമ്മുടെ ടീമിനൊരു കുഴപ്പമുണ്ട്. നീയാണാ കുഴപ്പം. കള്ളക്കഥകളും നുണക്കഥകളും വ്യാജ വാർത്തകളുമൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ നിലനിൽപ്പിന്റെ ആധാരം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? റിപ്പോർട്ടർ ചാനൽ സക്സസ് ആവാൻ കാരണം രണ്ടുപേരുടെ ഹാർഡ് വർക്കാണ്. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീയും. അത് ഒന്ന് ഡോക്ടർ അരുൺകുമാറിന്റെയും മറ്റൊന്ന് സുജയ പാർവതിയുടേതുമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളു സുപ്ര. എന്നാൽ ഓരോരുത്തരായി റിപ്പോർട്ടർ ചാനൽ ഒഴിഞ്ഞു പോവുകയാണ്. നമ്മളൊരു 10-15 പേരുണ്ടായിരുന്നല്ലേടാ. നമ്മളെ ക്ലബ്ബ് നിറച്ച് പിള്ളേരായിരുന്നു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നത് സുജയ പാർവതിയാണ്. ഏതായാലും അത് നന്നായി. ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സുജയ എന്നോട് പറഞ്ഞു, രാജിക്കത്ത് കൊടുത്തു. റിപ്പോർട്ടർ ചാനലിന് സുജയ പാർവതി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനേ കഴിയില്ല. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. റിപ്പോർട്ടർ ചാനലിൽ ഇനി അരുൺകുമാറിനെ ഏറ്റുമുട്ടാൻ ആരുമുണ്ടാവില്ല. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. എല്ലാം കൂടി ഒറ്റക്കങ്ങ് നടത്ത്. ഇന്നല്ലെങ്കിൽ നാളെ റിപ്പോർട്ടർ എന്ന അശ്ലീല ചാനൽ അസ്തമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. കണ്ണൊന്ന് ഉടക്കി